15 സീറ്റിലാണ് CPM ഇക്കുറി മത്സരിക്കുന്നത്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും രംഗത്തിറക്കിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. വടകരയിൽ KK ശൈലജയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. പല പേരുകൾ അവിടെ ഉയർന്നു കേട്ടിരുന്നുവെങ്കിൽ പോലും KK ശൈലജയുടെ പേര് കണ്ണൂരിലും വടകരയിലും ഒരേപോലെ ഉയർന്നു കേട്ടിരുന്നുവെങ്കിൽ പോലും വടകരയിൽ KK ശൈലജ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി K രാധാകൃഷ്ണനെ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ എല്ലാ മികച്ച സ്ഥാനാർത്ഥികളാണ്. ഒരു മന്ത്രി, 4 മുൻ മന്ത്രിമാർ, അതോടൊപ്പം തന്നെ 3 ജില്ലാ സെക്രട്ടറിമാർ. അങ്ങനെ പരിചിതമായ മുഖങ്ങളാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളാകുന്നത്. അവരുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ മണ്ഡലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ്. അവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V ജോയ് മത്സരരംഗത്തേക്ക് വരുന്നു. അതോടൊപ്പം കൊല്ലം മണ്ഡലത്തിൽ M മുകേഷ് MLA കൂടിയാണ് കൊല്ലത്തിന്റെ M മുകേഷ് അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. മുൻപ് തന്നെ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു പത്തനംതിട്ടയിൽ TM തോമസ് ഐസക്, മുൻ മന്ത്രി കൂടിയാണ്. TM തോമസ് ഐസക്കിന്റെ പേരായിരുന്നു അവിടെ ജില്ലാ സെക്രട്ടറിയിൽ അടക്കം ഉയർന്നു വന്നത്. AM ആരിഫ്, സിറ്റിംഗ് MP ആയിട്ടുള്ള AM ആരിഫിന് തന്നെ ഒരിക്കൽ കൂടി ആലപ്പുഴയിൽ അവസരം നൽകാനാണ് CPMന്റെ തീരുമാനം. ജോയ്സ് ജോർജിനും ഇടുക്കിയിൽ ഒരു തവണ കൂടി അവസരം നൽകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിൽ പോലും മുൻപ് അവിടെ ജയിച്ച് MP ആയ ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു അവസരം കൂടി ജോയ്സ് ജോർജിന് നൽകുകയാണ്. എറണാകുളത്ത് മാത്രമാണ് ഒരു അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഒരു പുതുമുഖത്തെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുള്ള ഒരു സ്ഥാനാർത്ഥി CPMനെ സംബന്ധിച്ചിടത്തോളം. KJ ഷൈൻ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകും. ഒരു വനിതാ സംവരണം കൂടി പരിഗണിച്ചാണ് അവിടെ KJ ഷൈനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതോടൊപ്പം ആലത്തൂരിൽ കടുത്ത മത്സരം നടക്കുമെന്ന് ഉറപ്പാണ്. കാരണം മന്ത്രി K രാധാകൃഷ്ണൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതോടൊപ്പം മലപ്പുറത്ത് V വസീഫിന്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നു വരുന്നത്. മലപ്പുറത്ത് മന്ത്രി V അബ്ദുറഹ്മാൻ ഒരു പക്ഷേ മത്സരരംഗത്തേക്ക് വരുമെന്നുള്ള പേരുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ V വസീഫിനെ പരിഗണിച്ചിരുന്നത് പൊന്നാനിയിലാണ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ മുൻപ് വന്നിരുന്നു. പക്ഷേ മലപ്പുറം V വസീഫ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ്. പൊന്നാനിയിൽ ലീഗ് വിമതനായിട്ടുള്ള KS ഹംസയെ തന്നെ, അതായത് എതിർപാളയത്ത് നിന്ന് ഒരാളെ തന്നെ പൊന്നാനിയിൽ മത്സരിപ്പിക്കാനാണ് CPMന്റെ നീക്കം. കോഴിക്കോട് മുൻപ് പറഞ്ഞ പേരുകളിൽ നിന്ന് യാതൊരു തരത്തിലും വ്യത്യാസമില്ല. എളമരം കരീം തന്നെ കോഴിക്കോട് സ്ഥാനാർത്ഥിയാകും. വടകരയിൽ KK ശൈലജ, അവിടെ ഒരു വാശിയേറിയ മത്സരം തന്നെ നടക്കും. കണ്ണൂരിൽ MV ജയരാജനാണ് സ്ഥാനാർത്ഥിയാകുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് MV ബാലകൃഷ്ണൻ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് CPM രംഗത്തിറക്കിയിരിക്കുന്നത്.